അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം. ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. അതായത് വിവാഹത്തിന് മുൻപ്. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. Joseph, Mary, I have broken no vow. Women have been put to death for this. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. The angel came to me in my dream. In the name of King Herod and the Almighty Caesar, each man will return to the land of his ancestors. I must travel to Bethlehem. I'm going with my husband. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. എനിക്ക് വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. I am not your home, but any place you have. It's all I can do. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. നിങ്ങൾ ആരാ? ഭയപ്പെടേണ്ട, ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. I believe your son is the promised king of his people. What is his name? Jesus.